അങ്ങനെ രാവിലെ എഴുന്നേറ്റ് നമ്മുടെ പരിപാടിക്ക് പോകാനുള്ള പണിയിലാണ്. രാവിലെ തന്നെ ഒരു കോഫി ഇട്ടിട്ട് അങ്ങ് പോവാം. ഇന്ന് നല്ല മഞ്ഞുള്ള ദിവസം. തണുപ്പ് കുറവുണ്ട്, പക്ഷെ നല്ല മഞ്ഞുണ്ടോ. ഇന്നൊരു കോഫിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. സ്ഥിരം പോണ വഴിയാണ്, പക്ഷെ ഇന്ന് ഭയങ്കര മഞ്ഞാണ്ടോ. കണ്ടോ, നമ്മുടെ റിവേഴ്സ് ക്യാം ഇടാൻ നേരത്ത് ഇങ്ങനെ ഇതുണ്ടോ, ഇത് മറ്റേ മഞ്ഞ പീണയുണ്ടോ. അല്ലാണ്ട് നോർമലായിട്ട് നോക്കിയാൽ നമുക്ക് കിട്ടില്ല, കാരണം അത്ര വെട്ടമില്ലല്ലോ. നമ്മളുണ്ടല്ലോ റെസിഡൻഷ്യൽ ചെയ്യാൻ പോട്ടോ, മലയുടെ മേലിട്ട് ഇവിടെ നിന്ന് നോക്കിയിട്ട് ഒന്നും കാണപ്പെടില്ല. ഭയങ്കര കോടാന്ന് പറഞ്ഞാൽ ഭയങ്കര കോടയാട്ടോ. നമുക്ക് ഈ മലയുടെ മേലിട്ടാട്ടോ റെഡ് ഡെലിവറിക്ക് പോകാനുള്ളത്, പക്ഷെ ഇന്ന് ഭയങ്കര കോടയാട്ടോ. കണ്ടോ, നമ്മളതിന്റെ ടോപ്പിലിട്ട് പോവാ. ഇന്നലത്തെ കാലമൊക്കെ തിരക്ക് കുറവായിട്ടൊന്നും, അപ്പൊ അതുകൊണ്ട് ഞാൻ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ വേണ്ടിട്ട് വീട്ടിൽ വന്നാണ്. വെജ് പുലാവ്, പന്നി ഫ്രൈ, ഫിഷ് ഫ്രൈ, പിക്കിള്, പിന്നെ കുറച്ച് തൈര്. പാവം. പിന്നെ ഞാൻ പോകാൻ വൈകിട്ടുണ്ട്. ഇച്ചിരി ഫുഡ് കഴിച്ചിട്ട് പോകാൻ ഇത്തിരി കോഫിയും കൂടെ കൊണ്ടുപോകണമെങ്കിൽ ഇവിടെ എടുക്കും. ഇപ്പോൾ കുറച്ച് കോഫി അങ്ങ് സെറ്റാക്കി, കോഫി അങ്ങനെ റെഡിയാക്കി എടുത്തിട്ട് ഫുഡ് കഴിക്കാൻ കൊടുക്കുകയാണ്. ഫുഡ് കഴിച്ച് പെട്ടെന്ന് കഴിഞ്ഞാൽ നമ്മളങ്ങനെ ഉച്ചയ്ക്ക് വീട്ടിൽ പോയി അടിപൊളി ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഡെലിവറികൾ നടന്നു. അത് കഴിഞ്ഞു പിന്നെ ചുമ്മാ ബ്രേക്ക്, ഒരു അരമണിക്കൂർ ബ്രേക്ക് എടുത്തിട്ട് ഇനി നേരെ പിക്കപ്പ് തുടങ്ങണം. ഇപ്പോൾ സമയം 2:30 ആയി. ഇന്നലെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ, പക്ഷെ ഇന്ന് വലിയ കുഴപ്പമില്ല, ക്വയറ്റാണ്. നമ്മളങ്ങനെ പണിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് കുളിയും കഴിഞ്ഞ് ഇനി ഫുഡ് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. പക്ഷേ വൈകുന്നേരം എനിക്ക് തിരക്കായി പോയിട്ടോ അങ്ങോട്ട്, പിന്നെ അതുകൊണ്ട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. ഞാൻ ഇന്ന് ചെയ്യാൻ പോകണമെന്ന് പറയുമ്പോൾ വൈകുന്നേരം ഞാൻ ഇങ്ങനെ ചുമ്മാ ഇരുന്നപ്പോൾ ആലോചിച്ചു, പിന്നെ ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാമെന്നുള്ള രീതിയിൽ ഞാൻ അതിനുള്ള പരിപാടിയിലാട്ടോ. നമ്മളങ്ങനെ ടൊമാറ്റോ റൈസ് എന്ന് പറയുമ്പോൾ ഒതൻറ്റിക് റെസിപ്പിയിലൊന്നും അല്ല കേട്ടോ, പെട്ടെന്നൊരു ഉടായ്പ രീതിയിൽ സെറ്റപ്പ് ചെയ്യാനുള്ള ഒരു പരിപാടി കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഫുഡ് ഉണ്ടാക്കുക, കഴിക്കുക, നേരെ കയറി കിടക്കുക, നാളെ രാവിലെ പണിക്കുക, ഇതാണല്ലോ നമ്മുടെ റൊട്ടീൻ. അപ്പോൾ ഞാൻ അതിനുള്ള പാത്രം വെച്ചിട്ടുണ്ട്, കുറച്ച് സവാള അവിടെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അരി കുറച്ച് നേരം മുമ്പ് സൂക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ഊറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ സെറ്റാക്കട്ടെ കേട്ടോ. ഗ്രീൻ ചില്ലിയൊക്കെ ചുമ്മാ ബെറകഷ്ണം പോലെ ഇട്ടിരുന്നു, ഐസായിട്ട്. നമ്മുടെ ഫ്രോസൺ വന്നത് കേട്ടോ നമ്മുടെ. ഞാൻ കുറച്ച് സവാളയും കുറച്ച് 2 പച്ചമുളക് ഇടുന്നുണ്ട് കേട്ടോ. ഞാൻ വേറെ എന്താ പറയുക, അതിൻ്റെ അകത്ത് നമ്മുടെ ഗരം മസാലകളൊന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ. നമ്മൾ വലിയ റിച്ച് ടൊമാറ്റോ റൈസ് ഒന്നും അല്ലോട്ട് ഉണ്ടാക്കണത്. ഒറ്റയ്ക്ക് ഒരു ടൊമാറ്റോ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സവാള അവിടെ ഇങ്ങനെ സോട്ടായിക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മുടെ ഒനിയൻ ഷോർട്ടായിട്ടോ. നമുക്ക് അതിൻ്റെ അകത്ത് കുറച്ച് മുളക് പൊടി ഞാൻ ചേർക്കുന്നുണ്ട്, അത് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുന്നുണ്ട്, അതുകൂടെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഉണ്ടല്ലോ, ഞാൻ കുറച്ച് ചിക്കൻ മസാല ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത് വെറൈറ്റി ആവട്ടെ, മസാല ചോട്ടാക്കാട്ടോ. സോട്ടായിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്ത് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ശരിക്കും ഒന്ന് സോട്ട് ചെയ്യാം കേട്ടോ. സോട്ടായി. ഈ ഒരു ഗ്ലാസ്സിന് 2 ഗ്ലാസ് അരിയായിട്ട് എടുക്കണം. അപ്പം നമുക്ക് ഇതിന് വേണ്ടി വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്ലാസ്സിന് 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി. അങ്ങനെ വെള്ളം ഒഴിച്ചു. ഇനി ഇതിന് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പാകത്തിന്. ഇനി നമുക്കിത് നിറച്ച് വെച്ചിരുന്ന വെള്ളം ഒന്ന് ബോയിലായിട്ട് വരട്ടെ, ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. അത് വെയിറ്റ് ചെയ്യാം.
ഈ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചു വന്നു. നമുക്ക് ഇതിൻ്റെ അകത്തിട്ട് അരി ഇടാം കേട്ടോ. നമ്മൾ അരിയൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. എന്താവുമോ എന്തോ. നമ്മുടെ ഉടായ്പ എന്താ പറയുക, ടൊമാറ്റോ റൈസ് അടുപ്പത്തിരുന്ന് സെറ്റായിക്കൊണ്ടിരിക്കട്ടെ. ഞാൻ എൻ്റെ അകത്ത് കുറച്ച് നെയ്യും കുറച്ച് പെരിഞ്ചീരവും ഇട്ടാറുണ്ട്. കുക്കാവട്ടെ. അതൊക്കെ കഴിച്ചിട്ട് നേരെ കയറി കിടന്നുറങ്ങും. നമ്മളങ്ങനെ ഉണ്ടല്ലോ, നമ്മുടെ ടൊമാറ്റോ റൈസ് ദമ്മിട്ടിട്ടുണ്ട്. ദമ്മിട്ടേക്കണ ഒരു പ്രത്യേക രീതിയിലാണ്. ഞാൻ അതിൻ്റെ മേളിൽ ഉപ്പും പാത്രമൊക്കെ കയറ്റി വെച്ചേക്കും. അപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് പൊട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധനം കറക്റ്റ് കുക്കായിരിക്കും. നമുക്ക് നോക്കാം. ഞാൻ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് കുറച്ച് തൈരും നമ്മുടെ അച്ചാറൊക്കെ വെച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു 15 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് കഴിക്കാം. 15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടോ. ഞാനിനി ആ റൈസ് ഒന്ന് പൊട്ടിച്ച് നോക്കട്ടെ. 15 മിനിറ്റ് കഴിഞ്ഞ് 20 മിനിറ്റ് കഴിഞ്ഞു. റൈസ് എന്താവും നോക്കട്ടെ. കായിട്ടുണ്ടാവും. ഓ സെറ്റ്. പിന്നെ സംഭവം പൊളിച്ചു. ഞാൻ കുറച്ച് ഗീയൊക്കെ ചേർത്തത് അതുകൊണ്ടായിട്ട് ആ ഒരു സെറ്റായിട്ട് നിൽക്കണേ. ഞാനൊന്ന് പ്ലേറ്റ് ചെയ്തിട്ട് മാറ്റട്ടെ. അപ്പോൾ ഇന്നത്തെ ഡിന്നർ ഇതേ സെറ്റായിട്ടോ. നമ്മൾ കുറച്ച് പിക്കിൾ എടുത്തിട്ടുണ്ട്. ലെമൺ പിക്കിൾ, തൈര്, പിന്നെ ഇത് നമ്മുടെ റൈസ്. ടൊമാറ്റോ റൈസ് എന്നിട്ട് പറയാൻ പറ്റുന്നില്ല, ഒരു റൈസ് അത്ര തന്നെ. അപ്പം ഉണ്ടല്ലോ, കുഴപ്പമൊന്നുമില്ല കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി, അടിപൊളിയാണ്. അപ്പം ഞാനിനി ഈ റൈസൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങാൻ പോവാം. നാളെ രാവിലെ റിപ്പീറ്റ് ലൈഫാണ്. അപ്പോൾ അതുകൊണ്ട് പുതിയൊരു അടിപൊളി കിടുക്കാച്ചി വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ മുഖത്തിൻ്റെ എക്സ്പ്രഷൻ കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാരങ്ങ എടുത്ത് വായിട്ട് വെച്ചിട്ടുണ്ടല്ലോ, പൊളിച്ചിട്ട് എൻ്റെ കിളി പോയി. സംഭവം പൊളിയാട്ടോ. ഞാൻ ആ ചിക്കൻ മസാലയൊക്കെ ഇട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. കൊള്ളാം. ട്രൈ ചെയ്തോ.